നമസ്കാരം. മലപ്പുറത്ത് തിരുനാവായയിൽ അവിടെ ഒരു കുംഭമേള. ഇത് കേരളത്തിന് ആവശ്യമുള്ളൊരു കാര്യമല്ല, കേരളത്തിന് പരിചയമുള്ളൊരു കാര്യമല്ല, കേരളത്തിന് വേണ്ടാത്തൊരു കാര്യമാണ്. ഇവിടെ ആഘോഷങ്ങളുണ്ട്, ഹിന്ദുക്കളുടെ തന്നെ. ഓണമുണ്ട്, വിഷുവുണ്ട്, തിരുവാതിരയുണ്ട്, ശിവരാത്രിയുണ്ട്, പൂരങ്ങളുണ്ട്, തൃശ്ശൂർ പൂരമുണ്ട്, ആറാട്ടുപുഴം ഒക്കെ ഉണ്ട് ഇവിടെ, എല്ലാം ഉണ്ട് ഇവിടെ. മാത്രമല്ല ഹിന്ദുക്കൾ ക്രിസ്മസും ആഘോഷിക്കും, റംസാനും ആഘോഷിക്കും. ശരി, ഇനി കുംഭമേള ആകട്ടെ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുംഭമേളയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദത്തിൽ എന്താണെന്ന് അറിയുന്നതെന്ന് അറിയാമോ? ഒരാധ്യാത്മികതയില്ല, ഇസ്ലാമോഫോബിയ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. മുസ്ലിങ്ങൾക്ക് ഈ കുംഭമേളയുമായിട്ട് ഒരു ബന്ധവുമില്ല, അവരൊരു തരത്തിലും ബന്ധപ്പെടുന്നില്ല, അവരാരും ഒരു തരത്തിൽ ഇടപെട്ടിട്ടുമില്ല. എന്നിട്ടും പുലയാട്ട് പറയുന്നു, പുലഭ്യം പറയുന്നു, സന്യാസിമാരടക്കം. തിരുവനന്തപുരത്തുള്ള ഒരുത്തം പറയണു, ഇവിടെയുള്ള വാപ്പയുടെ വകയല്ല, ഉമ്മയുടെ വകയല്ല, തന്തയുടെ വകയല്ല, തള്ളയുടെ വകയല്ല എന്ന്. ഇതാ ആരോടാണ് ഇവർ മത്സരിക്കുന്നത്? നിഴലിനോടോ? മുസ്ലിങ്ങൾ ഇതിനോട് സഹകരിക്കുന്നില്ല, നിസ്സഹകരിക്കുന്നില്ല. സഹകരിച്ചാലും കുഴപ്പമാണ്, നിസ്സഹകരിച്ചാലും കുഴപ്പമാണ്. അവർ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. മതത്തിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുക, കലാപം ഉണ്ടാക്കുക. ഇത് നീചമാണ്, ഇത് മ്ലേച്ഛമാണ്. നമസ്കാരം. മലപ്പുറത്ത് തിരുനാവായയിൽ കുംഭമേള നമ്മൾ കണ്ടതാണല്ലോ. കുംഭമേള, ഒരു കുംഭമേള കണ്ടതാണല്ലോ. ഇതൊരു മിനി കുംഭമേള. ഏതൊരു കാര്യം നടപ്പാക്കുമ്പോഴും 10 ആൾ കൂടുമ്പോഴും, എന്തിനേറെ ഏതൊരു ഗ്രാമത്തിലൊരു കലിങ്കിൻ്റെ മേലെ 10 ആൾ ദിവസം അവിടെ കൂടിയിരിക്കുന്നു. പോലീസുകാർ വരും, എന്താ നിങ്ങളവിടെ കൂടിയിരിക്കുന്നത്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? സ്ട്രേഞ്ചേഴ്സ് മീറ്റ് വരും, രഹസ്യമായിട്ട് അവർ അന്വേഷിക്കുന്നത് എന്തിനാ അവർ എന്നും ഇവിടെ 10 പേര് കൂടുന്നത്. അത് അവരുടെ ചുമതലയാണ്. ഇതേപോലെ കുംഭമേള നടക്കുന്ന സമയത്ത് അതിൻ്റെ കർമ്മ പദ്ധതി എന്തൊക്കെയാണ്? ഇതവിടുത്തെ മലപ്പുറം കളക്ടർ ആവശ്യപ്പെട്ടു. അവരുടെ ചില നിർദ്ദേശങ്ങളുണ്ടായി. അതിൻ്റെ പേരിൽ പറഞ്ഞു പരത്തുന്നത് മുസ്ലിങ്ങൾ മുന്നിട്ട് നിന്ന് ഗവൺമെൻറ് സർക്കാരിനെ കൊണ്ട് ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കുംഭമേള തടഞ്ഞു. അവർക്ക് എന്തിൻ്റെയൊക്കെയാണ് അവരെന്താ കുംഭമേള തടയുന്നത്? അവർ ഓണം തടഞ്ഞിട്ടുണ്ടോ? വിഷു തടഞ്ഞിട്ടുണ്ടോ? തൃശ്ശൂരം തടഞ്ഞിട്ടുണ്ടോ? ശിവരാത്രി തടഞ്ഞിട്ടുണ്ടോ? മലപ്പുറത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ മനകളുള്ളത്, നമ്പൂതിരി മനകളുള്ളത് അവിടെയാണ്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുള്ളത് അവിടെയാണ്. ഉളപ്പമണ്ണ മന അവിടെയാണ്. ആരും ഒരു കാരണവശാലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഹൈന്ദവ ആധ്യാത്മികതയുടെ ഈറ്റില്ലമാണ് മലപ്പുറം. ഒരു അടിയും തല്ലോടി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ബ്രിട്ടീഷുകാർ വന്നു, അവർക്ക് ഒറ്റിക്കൊടുക്കുന്ന കുറേ ആൾക്കാർ അവർ വന്നു, അവർ തമ്മിൽ അടിയും തല്ലുണ്ടായിട്ടുണ്ട്. അത് മലപ്പുറത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ കാണിക്കുന്നതല്ല. ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലപ്പുറം ജില്ലയിലെ തിരുനാവായ കുംഭമേള, മഹാമഹം എന്നൊക്കെ പറയുമ്പോൾ അവർ ദക്ഷിണേന്ത്യയിൽ അവർ ഒരു സ്ഥലത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. വിശാലമായിട്ട് കിടക്കുകയാണ് നമ്മളുടെ തമിഴ്നാട്. അവിടെ അമ്പലങ്ങളെ ചുറ്റിപ്പറ്റിയും മറ്റും കണ്ടമാന സ്ഥലമാണ്. അവിടെ നടത്താൻ കണ്ടിട്ടില്ല. കേരളത്തിൽ വന്ന് ഇടങ്കോലിടണം. അതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട്. അവർ കാല് തല്ലി പിടിക്കും, അവർ തല തല്ലി മറ്റേ പൊടിയാക്കി മാറ്റുവരും. അവിടെ നടക്കില്ല. ഇവിടെയും കർണാടകത്തിൽ നടക്കില്ല. പിന്നെ നടത്താൻ കഴിയുന്നത് ഇവിടെയാണ്. കാരണം എന്താണ്? ഇവിടെ പഠിപ്പുള്ളവരാണ്, അത്യാവശ്യം വിവരമുള്ളവരാണ്. ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളും കാര്യമില്ലെങ്കിൽ അത് നടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സർക്കാരും ജനതതിയുമാണ് ഇവിടെയുള്ളത്. അവിടെ വന്നിട്ടാണ് ഇവർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ വഷളത്തരം കാണിക്കുന്നത്. അവിടെ നടക്കുന്ന ക്രമീകരണങ്ങളെ സംബന്ധിച്ചുള്ള കർമ്മ പദ്ധതി നൽകാൻ സംഘാടക സമിതി ജനറൽ കൺവീനർക്ക് കളക്ടർ നിർദ്ദേശം നൽകി.
ഹിന്ദുവിൻ്റെ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഹിന്ദുവിൻ്റെ പ്രോഗ്രാമാണോ? അത് ആദ്യത്തെ ചോദ്യം. ഹിന്ദുവിൻ്റെ പ്രോഗ്രാം നടത്താൻ എന്തിനാണ് അനുമതി എന്നാണ് ചോദ്യം. ഒരു മണ്ടൻ ചോദ്യമല്ലേ വാസ്തവത്തിൽ അത്. അവിടെ ഒരു പാലം പണിയുന്നില്ല, എത്ര പേര് വരുന്നറിയില്ല. പാലത്തിൻ്റെ കുറ്റികൾ ഇങ്ങനെയുള്ള കുറ്റികളൊന്നും കൊടുത്തിട്ടില്ല. അതൊരു സ്ഥിരം പാലവുമല്ല. അതിൻ്റെ മേലെ കൂടി എത്ര ആൾ നടന്നു പോകാൻ പോകണമെന്ന് അറിയില്ല. എന്നിട്ട് എന്തെല്ലാം സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. അടിയിൽ വെള്ളമാണ്. വെള്ളം മാത്രമല്ല, ചെളിയുമുണ്ട്. അടിയിൽ ചെളിയുണ്ട്, വെള്ളവുമുണ്ട്. ഞാൻ പറയുന്നില്ല, എൻ്റെ ഇപ്പം മനസ്സിൽ വന്ന കാര്യം ഞാൻ പറയുന്നില്ല. എന്നിട്ട് കുറേ പലകയും നിരത്തി വെച്ചിട്ട് 10, 100, 200 അടി ദൂരത്തേക്ക് ഒരു പാലം ഉണ്ടാക്കിയിരിക്കുകയാണ്. 2025 ഈ മാസം 14 ഇതിൻ്റെ മഹോത്സവം സംഘാടക സമിതിയും നവംബർ 15 കോഴിക്കോട് സാമൂതിരിപ്പാടും നൽകിയ ഏതാ ഈ സാമൂതിരിപ്പാട്? ആരാണ്ടാ ഈ സാമൂതിരിപ്പാട്? ഒരിക്കലും ബിൽഡിങ്ങിനകത്ത് കയറിയിട്ട് അവസാനത്തെ സാമൂതിരിപ്പാട് ആത്മഹത്യ ചെയ്തു. ഇപ്പം ഇതൊക്കെ ഇങ്ങനെ പറയാന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഉപ്പുപ്പിക്ക് ആനയുണ്ടാർന്ന് പറഞ്ഞ പോലെ തിരുവാങ്കൂർ കുറേ രാജാക്കന്മാരുണ്ട്. കോഴിക്കോടിൻ്റെ സാമൂതിരിപ്പാട് വെച്ച് നടന്നോട്ടെ, ആര് വില വയ്ക്കുക? അപ്പോൾ അവിടുത്തെ MLAക്ക് വില, MP ക്ക് വില, അവർക്ക് എന്താ വില? അപ്പോൾ സാമൂതിരിപ്പാട് നൽകിയ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് കളക്ടർ നടപടി. പുഴയിലെ താൽക്കാലിക പാലുണ്ടാക്കിയിട്ടുണ്ട്. ആ പാലം ഉപയോഗപ്പെടുത്തുന്നതിനും മറ്റുമുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് 21 നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ച സ്റ്റോപ്പ് മെമ്മോ റദ്ദാക്കിയിട്ടില്ല. മഹോത്സവം നടത്തുന്നതിന് ഔദ്യോഗികമായിട്ടുള്ള അനുമതി രേഖാമൂലം നൽകുകയും ചെയ്തിട്ടില്ല. പിന്നെ അവിടെ സ്റ്റോപ്പ് മെമ്മോ അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ പണികൾക്കാണ്. ഈ പാലം മുതലായിട്ടുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങൾക്ക് മാത്രമാണ് അവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ളത്. കാരണം സുരക്ഷാ ക്രമീകരണം അത് അത്യന്താപേക്ഷിതമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് പാലിക്കാതെ ഉണ്ടാകുന്ന ഏതൊരു കഷ്ടനഷ്ടങ്ങളുടെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കഷ്ടനഷ്ടങ്ങളുടെയും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം ഈ മഹോത്സവത്തിൻ്റെ സംഘാടക സമിതിക്കായിരിക്കുമെന്ന് കളക്ടർ ഇത് സംബന്ധിച്ച പത്രക്കുറിപ്പിൽ കൃത്യമായിട്ട് എഴുതി ഒപ്പിട്ട് സീൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം പുഴയുടെ നടുവിൽ ഒരു ചങ്ങാടപ്പാലം നിർമ്മിച്ചിട്ട് അവിടെ ഇനി എത്ര പേര് വരുന്നറിയില്ല. അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടാൻ എത്ര എണ്ണം ഉപ്പിലിടുന്നറിയില്ല. അടിയിൽ വെള്ളമാണ്, ഭാരതപ്പുഴയാണ്. നടിയിലൊരു തുരുത്തുണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ആ തുരുത്തിനകത്ത് 1000 പേര് കയറുമ്പോൾ 10,000 പേര് കയറുമ്പോൾ ഇനി ഈ കേരളത്തിലുള്ള ഹിന്ദു ആവേശം മൂത്ത് എല്ലാം കൂടി വരുമെന്നറിയില്ല. ഇവിടെ നമ്മൾ ഉത്തരേന്ത്യ കണ്ടതാണ്. അവിടെ ഈ കുംഭമേള നടത്തിയിട്ട്, കുംഭമേളയല്ല കുംഭമേള, അതിന് കുംഭമേള എന്ന് പറയാം, കുംഭ വീർപ്പിക്കാനുള്ള മേള, പൈസ ഉണ്ടാക്കാൻ. അപ്പോൾ അത് നടത്തിയിട്ട് എന്തെല്ലാം അപകടങ്ങൾ അവിടെ ഉണ്ടായി. ഇവിടെ യാതൊരു വിധത്തിൽ ഉത്തരവാദിത്വമില്ലാതെ, യാതൊരു വിധത്തിലുള്ള മുൻ പരിചയവുമില്ലാതെ, വേണ്ടുന്ന ക്രമീകരണങ്ങളില്ലാതെ അവർ നടത്താൻ പോവുകയാണ്. അവിടെ ഇലക്ട്രിസിറ്റിയുടെ, ഫയർഫോഴ്സിൻ്റെ, പോലീസിൻ്റെ, സ്പെഷ്യൽ ടീമുകളുടെ, സർക്കാരിൻ്റെ, പഞ്ചായത്തിൻ്റെ എന്തൊരു കാര്യം നടത്തുമ്പോഴും എത്ര ആളുടെ സഹകരണം വേണമെന്നറിയാമോ? പക്ഷെ ഇവർ തുടക്കത്തിലെ പറഞ്ഞു പിണറായി വിജയൻ. എന്താ പിണറായി വിജയനാണ് അവിടെ അധിഷ്ഠാന ദേവതയായിട്ട് ഇരിക്കാൻ പോണത്? തിരുനാവായയെക്കുറിച്ച് പറയാനോ കുംഭമേളയെക്കുറിച്ച് പറയാനല്ല, പിണറായി വിജയനെക്കുറിച്ച് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാറികൾ. അതായത് രാഷ്ട്രീയമാണ് ഒരു ഉദ്ദേശം അത് തന്നെയാണ്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കുംഭമേള. ജനുവരി 19 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് 6 ഏക്കർ മേള ഉദ്ഘാടനം ചെയ്യുന്നു. ഭാരതപ്പുഴയിൽ മണൽ നീക്കി താൽക്കാലികമായിട്ട് പാലം നിർമ്മിക്കുന്നത് റവന്യൂ വകുപ്പ് അധികൃതർ തടഞ്ഞിരുന്നു. അത് ഇവരുടെ കാര്യം മാത്രമല്ല, അവിടെ പോയിട്ട് ഏതൊരു വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വട്ടി മണലെടുത്തവരെ പോലീസ് ചോദ്യം ചെയ്യും. മണൽ വാരൽ അതൊരു പുഴയുടെ നശീകരണത്തിന് വേണ്ടിയിട്ട്. കേരളത്തിൽ ആ കാര്യത്തിൽ വളരെ അലർട്ടഡാണ്, എപ്പോഴും ഒരു മൊബിലൈസ് ചെയ്യും പുഴകളുടെ കാര്യത്തിൽ. ആയതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴെങ്കിലും ചില പുഴകൾ അവശേഷിക്കുന്നത്. അപ്പോൾ അത് അവർ തടഞ്ഞിരുന്നത് പറ്റില്ലെന്ന് പറഞ്ഞു. പുഴ കയ്യേറി പാലം നിർമ്മിക്കുന്നതും മണ്ണുമാന്തി യന്ത്രം പുഴയിലേക്ക് ഇറക്കി നിരപ്പാക്കുന്നതും കേരള
നദീതീര സംരക്ഷണ നിയമത്തിൻ്റെ ലംഘനമാണെന്ന് കാണിച്ചാണ് തിരുനാവായ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അല്ലാണ്ട് അവിടുത്തെ സമസ്തക്കാരോ ബഹുമാനപ്പെട്ട അബൂബക്കർ സാഹിബോ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ പാണക്കാട്ട് വീട്ടുകാരോ ഒന്നുമല്ല, അല്ലെങ്കിൽ മുജാഹിദുകാരോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരോ ഒന്നും അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അവരങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അവരുടെ അടുത്ത് പിരിഞ്ഞു പോയാൽ അവരെ പൈസയും കൊടുക്കാൻ തയ്യാറാണ്. അവരായിട്ട് ഒന്ന് സഹകരിച്ച് അത് അപകടമാണ്, നിസ്സഹകരിച്ച് അത് വേറെ അപകടം. കാരണം ഇവർക്ക് അതൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആരാണ്? അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോപ്പും മെമ്മോ നൽകുക, അതവർ ചെയ്തിട്ടുണ്ട്. സംഘാടക സമിതി കൺവീനർ വിജയകുമാർ, അങ്ങേർക്കാണ് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഒരാഴ്ചയായിട്ട് ഭാരതപ്പുഴയിൽ മണൽ നീക്കി താൽക്കാലിക പാലം നിർമ്മാണം നടക്കുന്നുണ്ട്. ആരോട് ചോദിച്ചിട്ടാ? പുഴയാണത്. കുംഭമേളയുടെ പൂജകളും മറ്റും നടക്കുന്നു എന്ന് കരുതുന്ന പുഴയുടെ മധ്യഭാഗത്തുള്ള 2 ഭാഗത്തയുടെ പുഴ ഒഴുകുന്ന അവിടെ തിരുനാവായയിൽ. അത് പുഴ കുറച്ച് താഴ്ന്നു കഴിഞ്ഞാൽ നടുഭാഗത്തൊരു തുരുത്തു പോലെ അവിടെ പ്രത്യക്ഷപ്പെടും. പോയവർക്ക് അറിയാൻ പറ്റും. അവിടെ നടക്കുന്ന പുഴയുടെ മധ്യഭാഗത്ത് മണൽ പരപ്പിൽ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ പാലം പണിതിട്ടുള്ളത്. 3 ദിവസം മുമ്പാണ് സ്റ്റോപ്പും മെമ്മോ നൽകിയിട്ടുള്ളത്. ചൊവ്വാഴ്ച വീണ്ടും അവർ ഇതിലേക്ക് ഉല്ലംഘിച്ചുകൊണ്ട് അവർ നിർമ്മാണം തുടങ്ങിയപ്പോൾ റവന്യൂ അധികൃതരും പോലീസും എത്തി നിർമ്മാണം നിർത്തിവെക്കുന്നത് കർശനമായിട്ട് അവരവിടെ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പാലം ഞാൻ ചിത്രങ്ങളിൽ കണ്ടു. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ പാലത്തിൻ്റെ ചിത്രങ്ങൾ അടച്ചിട്ട് പറഞ്ഞു, ഈ പാലം ഉറപ്പായിട്ടും പാലത്തിൽ ഉറപ്പ് എന്നല്ല, ഈ പാലം ഉറപ്പായിട്ടും, ബാക്കി ഞാൻ പറയുന്നില്ല. അങ്ങനെ കുറേ പലകയും വെച്ച് നിരത്തിയിരിക്കുന്ന അതിൻ്റെ മേലെ കൂടിയാണ് ജനസഞ്ചയം പോകാൻ പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പാലം നിർമ്മാണത്തിന് അനുമതി തേടി മഹാമാഘ ഉത്സവ സംഘാടന സമിതി 14-ന് കളക്ടർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. മറുപടി കിട്ടാത്ത സാഹചര്യത്തിലാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം ഞങ്ങൾ തുടങ്ങി വെച്ചത്. അതിനിവർ പറയുന്നത് പിന്നെ ക്രിസ്ത്യാനികളുടെ ഇതുണ്ടല്ലോ, മറ്റേ പമ്പ നദിക്കരയിലായിട്ട് അവരുടെ മാരമ്മൻ സമ്മേളനം, അത് നടക്കുന്നില്ല. അപ്പം അതൊക്കെയാണ് ചോദ്യങ്ങൾ അവിടെ. പിന്നെ അവർ സ്ഥിരം പച്ചക്കറി ഗുണ്ടായിസോ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. തന്തയുടെ വകയല്ല, തള്ളയുടെ വകയല്ല, ആരാണ്ട എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ അതിൻ്റെ മോനെ തിരിച്ചു വെച്ചുള്ളത് മുസ്ലിങ്ങളിലേക്കാണ് കേട്ടോ. അതിപ്പോൾ അങ്ങനെയാണല്ലോ, അതൊരു സ്ഥിരം പരിപാടിയാണല്ലോ. തിരുനാവായിൽ എന്താ സംഭവിക്കുക? പാലം ഒരേ സമയം എത്ര ആളുകൾ തിരുനാവായിൽ വരും എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. മുൻപരിചയമില്ലല്ലോ, മുമ്പോട് നടത്തിയിട്ടില്ലല്ലോ. മൊത്തം എത്ര ആളുകൾ തന്നെ ഒരു കണക്കുമില്ല. അതിനനുസൃതമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കേണ്ടത് ആരാണ്? സർക്കാർ. പാലം പൊളിഞ്ഞ് കുറേ എണ്ണം അതിനകത്ത് പൂണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ പറയും സർക്കാർ വീഴ്ച, സർക്കാർ ശ്രദ്ധിച്ചില്ല. ഉടനെ തന്നെ അവിടുന്ന് വരും, ഡൽഹിയിൽ നിന്നും വരും, സർക്കാർ മനഃപൂർവ്വം ഇതിനെ കലക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ കൊന്നു എന്ന് വരെ പറയും. അതാ സംഭവിക്കാൻ പോണത്. പാലം ഈ മലമൂത്ര വിസർജന കാര്യങ്ങൾ, മലമൂത്ര ഈ പഴനിയിലൊക്കെ അതുപോലെ തന്നെ തിരുപ്പതിയിലൊക്കെ മലമൂത്ര വിസർജനത്തിന് റോഡുകളിൽ പോലും ടെമ്പററി ആയിട്ട്, പ്രത്യേകിച്ച് ഉത്സവങ്ങൾ വരുമ്പോൾ ടെമ്പററി ആയിട്ട് അവരെ അവിടെ അതിൻ്റെ ഷെഡുകൾ പണിയും. അത് പിന്നെ ഒരു ഗ്രൗണ്ടിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അത് 1, 2 അല്ല, 500, 1000 എണ്ണം ഉണ്ട്. അതവിടെ കൊണ്ടുവരും. അതിൽ വരുന്ന മലമൂത്രം അവർ നീക്കം ചെയ്യും, വളമാക്കിയിട്ട് അവർ മാറ്റും. പിന്നെ അത് കഴുകി വൃത്തിയാക്കി അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് ഒരു ഭാഗത്ത് വയ്ക്കും. പിന്നെ ഒരു ദിവസം വരുമ്പോൾ അവിടെ വയ്ക്കും. ഇതൊക്കെ ഇവിടെ ഉണ്ടോ അറിയില്ല. അതില്ലെങ്കിലത്തെ സ്ഥിതി എന്താ? തിരുനാവായ ഒരു ഡി ക്ലാസ് സിറ്റിയാണ്, ഒരു ഗ്രാമം എന്ന് പറയാം. സിറ്റി ആയിട്ടുണ്ടോ അറിയില്ല. നല്ലൊരു ഹോട്ടൽ പോലും അവിടെ ആയിട്ടില്ല. നല്ല ഒരു ലോഡ്ജ്, 2 ലോഡ്ജ്, നല്ല ലോഡ്ജുകളില്ല. ചെറിയ ലോഡ്ജ് 1, 2 അത്ര മാത്രമുള്ള സൗകര്യങ്ങളില്ല. ആയതുകൊണ്ട് തന്നെ പറയാതെ വയ്യ, അവിടെ മൊത്തം അതൊരു പൊതു കക്കൂസാക്കി മാറ്റും അവിടെ വരുന്നവർ. 2 ഭാഗവും വെള്ളവും നടുവിലൊരു തുരുത്തും. അവിടേക്കാണ് പോക്കുവരത്ത്. കുട്ടികളും പ്രായം ചെന്നവരും ഏത് സമയത്തും ഈ പാലത്തുമ്മക്കൂടെ പോയി കഴിഞ്ഞാൽ ഉന്തും തള്ളിൻ്റെ പേരിൽ തന്നെ, പാലം പൊളിഞ്ഞില്ലെങ്കിലും ഉന്തിൻ്റെയും തള്ളിൻ്റെ പേരിൽ തന്നെ കുറേ എണ്ണം വെള്ളത്തിൽ പോകും. ഇതിനെന്തെങ്കിലും പ്രിക്കോഷൻസ് ഉണ്ടോ? അത് നോക്കണ്ടേ? അത് നോക്കിയാൽ പറയും, പിണറായി വിജയൻ ആളെ അയച്ചു.
മുസ്ലിങ്ങൾ പറഞ്ഞിട്ടാണ് ആളെ അയച്ചത്. അവർക്കിത് മാത്രമേ പറയാനുള്ളൂ. കോടികൾ ചെലവ് ചെയ്തിട്ടാണ് ഈ കഴിഞ്ഞ വർഷം യു പിയിലെ കുംഭമേളയിൽ 12 പ്രാവശ്യമാണ് അവിടെ തീപിടുത്തം ഉണ്ടായത്. നമ്മളെല്ലാവരും കണ്ടതാണ്. അനവധി മരണങ്ങളും ഉണ്ടായി. പ്രീവിയസ് എക്സ്പീരിയൻസ്, മുമ്പ് നടത്തിയിട്ടുള്ള പരിചയം ഉണ്ടായിട്ടും അപകടങ്ങളുണ്ടായി നടത്തം. പിന്നെ നടത്തിപ്പിൻ്റെ ആളുകൾ ഇപ്പോൾ തങ്ങളുടെ അതാണ് ചെയ്യുന്നത്. ഇവർ വായ തുറന്നാൽ പറയുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ തടയാൻ വരാൻ. ആരാണ് തടയാൻ വരുന്നത്? ആരാ തടയുമെന്ന് പറഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ തടയാൻ വാ. മലപ്പുറം മുസ്ലിങ്ങളുടെ മാത്രമല്ല, ആരാ അങ്ങനെ പറഞ്ഞത്? മുസ്ലിങ്ങളുടെ അനാവശ്യമായിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് ഞങ്ങളവിടെ ഒരു കോമൻ വിജയൻ എന്ന് ഉയർത്തുണ്ടായിരുന്നു. കോമൻ വിജയൻ അയാളെത്ര 10-20 വയസ്സിലാണ് 1-ാം ക്ലാസ്സിൽ ചേർന്നേ തോന്നുന്നുണ്ട്. കൊണ്ടുകഴിഞ്ഞു ആചാര ഭഗവാനുള്ള മത്സരത്തിൽ പോലും പങ്കെടുപ്പിക്കില്ല. അപ്പോൾ അവരാ ഫസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അവനൊരു സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും ഒരു ഈർക്കിലെടുത്തിട്ട് ഒരു മണൽ കുറച്ച് കൂട്ടിയിടും. ഇങ്ങനെ ഒരു ആകൃതിയിൽ മണൽ കൂട്ടിയിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഈർക്കിലി അവിടെ നാട്ടി വയ്ക്കും. എന്നിട്ട് പറയും അതെൻ്റെ മൂക്കാണ്, അത് മാനിൽ തൊട്ട് കഴിഞ്ഞാൽ അവനടിക്കുന്നത്. വെറുതെ ചെറ്റമ്മ തട്ടി വഴക്കുണ്ടാക്കുക എന്ന് പറയില്ലേ, അതുപോലെ വെറുതെ ഒരാവശ്യമില്ലാതെ ധൈര്യം ഉണ്ടി മുടക്കടാന്ന് മുസ്ലിങ്ങളോട്, ധൈര്യം ഉണ്ടി മുടക്കടാ എന്ന് പിണറായി വിജയനോട്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം മനസ്സിലായില്ലേ? ഇത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇവർക്കൊരു ആധ്യാത്മികതയുമില്ല, ഇവർക്കൊരു ആർഷഭാരത സംസ്കാര പ്രക്രിയ വിശേഷങ്ങളുമില്ല. ഇവർക്ക് ഇത്രമാത്രം ഇവിടെ ലഹളി ഉണ്ടാക്കുക. അങ്ങനെയാണല്ലോ അവിടെ അധികാരം കിട്ടിയിട്ടുള്ളത്. ലഹളി ഉണ്ടാക്കുക, പ്രത്യേകിച്ചും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകൾ ഉൽപ്പാദിപ്പിക്കുക. അപ്പം അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തുടക്കത്തിലെ പറയുന്നത് ധൈര്യം ഉണ്ടി മുടക്കാമ്പോ, ധൈര്യം ഉണ്ടി മുടക്കാമ്പോ, ധൈര്യം ഉണ്ടി മുടക്കാമ്പോ. ആ ശശികല ടീച്ചറും തിരുവനന്തപുരത്ത് സ്വാമിയൊക്കെ ഉണ്ട് പച്ചത്രിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധൈര്യം ഉണ്ടി മുടക്കാൻ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. ആരാണോ അവർ? അതിൽ ഏറ്റവും വലിയ കാര്യം അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം. അവർ തിരിഞ്ഞു നോക്കണം, അവർ എന്തെങ്കിലും മൊഴിയണം. തിരുനാവായിൽ നടക്കുന്ന കുംഭമേള നല്ല കാര്യമാണെന്നൊരു മുസ്ലിം പറഞ്ഞാൽ പറയും അവനത് വേറെ ഉദ്ദേശം വെച്ച് പറഞ്ഞതാണ്. ഇതാണ് സംഭവം. അപ്പോൾ അവരെല്ലാവരും എന്താ ചെയ്യുന്നത്? മിണ്ടാതെ ഉരിയാടാതെ അവരോട് ആരെങ്കിലും പോയിട്ട് കുംഭമേളയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നോ കമൻറ്റ്സ്, ദയവ് ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾ അവിടെ ആരോടും ചോദിക്കുന്നു പറയും. അവരൊരു അഭിപ്രായം പറയാം. അവർക്കറിയാം ഇത് നടത്തുന്നവിടെ ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. അവർ ഹിന്ദുക്കളല്ല. ഹിന്ദുമതവും ഹിന്ദുത്വ മതവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ നടത്തുന്നത് ഈ ഹിന്ദുത്വവാദികൾ എന്ന് പറഞ്ഞ് ചാബല്യം മാത്രം കൈമുതലായിട്ടുള്ള വിഷത്തിൻ്റെ വിത്തുകൾ എല്ലാ മുക്കിലും മൂലയിലും പേറി നടക്കുന്ന കാപാലികന്മാരാണ് നടത്തുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുകയല്ലേ വാസ്തവത്തിൽ നല്ലത്. തങ്ങളുടെ നടത്തിപ്പിൻ്റെ ആളുകൾ ഇപ്പോൾ തങ്ങളുടെ ആയുധമുന വാർ ഹെഡ് തിരിച്ചു വെച്ചിട്ടുള്ളത് എവിടേക്കാണെന്നറിയോ? ഒന്ന് പിണറായി വിജയനിലേക്ക്, അത് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട്. 2 മുസ്ലിങ്ങളിലേക്ക്, ഇസ്ലാമോഫോബിയ പടർത്താൻ, മതവിദ്വേഷം പടർത്താൻ, കലാപം ഉണ്ടാക്കാൻ. അവിടെയാണ് പറഞ്ഞ മുസ്ലിം സമൂഹം അവരുമായിട്ട് ഈ കുംഭമേളയായിട്ട് സഹകരിക്കാൻ നിസ്സഹകരിക്കാൻ അവർ തയ്യാറില്ല. ഓണത്തിന് അവർ സഹകരിക്കും, വിഷുവിന് സഹകരിക്കും, ശിവരാത്രിയിൽ സഹകരിക്കും. അവിടെ ഏത് അമ്പലത്തിൽ എന്ത് കർമ്മം നടക്കുമ്പോഴും മുസ്ലിങ്ങളുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ്. അവരത് ചെയ്യാറുമുണ്ട്. അവിടെ ഹിന്ദു മുസ്ലിം, അത് പാർവതിയാണ്, ഇത് ഭീമാത്തുമ്മയാണെന്നുള്ള ഒരു വ്യത്യാസം അവിടെ ഇല്ല. തോളോട് തോൾ ചേർന്ന് അവിടെ പോകുന്നത്. അതൊന്നും ഇല്ലാതാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കോണത്തിനകത്ത് തന്നെ ചെന്ന് ഈ സാധനം അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. അവർ വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. മാത്രമല്ല കൊണ്ടുവയ്ക്കൽ മാത്രമല്ല, അപ്പോഴേ തുടങ്ങി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ധൈര്യം ഉണ്ടി മുടക്ക് എന്നുള്ള തരത്തിലുള്ള പ്രാകൃതാത്മകമായിട്ടുള്ള മ്ലേച്ഛതരമായിട്ടുള്ള അവരുടെ കൽപ്പനകൾ, പ്രസ്താവനകൾ. ഏതായാലും ഇത്ര നാളായിട്ടും കുംഭമേളയെക്കുറിച്ച് മുസ്ലിം സംഘടനകൾ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ലേ കേട്ടോ. അതാണ് ഇവരെ ചൊടിപ്പിക്കുന്നത്. അവരെ ഇളക്കി വിടാൻ സംഘപരിവാർ ആവുന്നതും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ അളകില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആ സമൂഹം അത് അഴിച്ചുവിട്ട കാളകളുടെ സമൂഹമല്ല. അവർക്ക് കൃത്യമായിട്ടുള്ള നേതൃത്വമുണ്ട്. ആ നേതൃത്വം വികാരം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്നവരല്ല, മറിച്ച് വിവേകം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന നേതാക്കന്മാരെ അവർക്കുള്ളത്, അവർ ഉസ്താദുമാർ ഉള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, കുംഭമേള പല രൂപത്തിലും പല ഭാവത്തിലും അലങ്കോലപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഥവാ അലങ്കോലപ്പെടുത്തും. അവിടെ പലപ്പോഴും കാണാം പല അമ്പലങ്ങളിലും ഇറച്ചി കൊണ്ട് ഇടുക, കൊച്ചു കൊച്ചു പടകങ്ങൾ പൊട്ടി ബോംബ് ഭീഷണി എന്ന് പറയുക. എന്നിട്ട് അവസാനം പിടിക്കുമ്പോൾ ആരാണ്? വളാഞ്ചേരിയിലാണ്
അമേദ്യാഭിഷേകം നടത്തിയത് ഹിന്ദു ടെമ്പിളിൽ ആളെ പിടിച്ചപ്പോൾ എന്തായി? അപ്പോഴേക്കും ശശികല ടീച്ചർ പ്രകടനത്തിനുള്ള മറ്റേ പരിപാടി ആരംഭിച്ചു. പിടിച്ചപ്പോൾ എന്താ? നല്ല സംഖ്യ ആയതുകൊണ്ട് തന്നെ അവരായിട്ടെങ്കിലും ഈ പരിപാടി ഇപ്പോൾ സ്മൂത്തായിട്ട് നടത്താനുള്ള എല്ലാ വകുപ്പുകളും അവിടെ ഉണ്ടെങ്കിൽ അവർ സ്മൂത്തായിട്ട് നടത്തില്ല. എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും വെച്ച് അവർ തന്നെ അതിനെ അലങ്കോലപ്പെടുത്തും. എന്നിട്ട് പറയും മുസ്ലിങ്ങൾ, എന്നിട്ട് പറയും പിണറായി വിജയൻ. അതൊരു ഉദ്ദേശ്യമാണത്. തിരുനാവായയെ യാതൊരു സംശയവുമില്ല അതിനൊരു പാതാളക്കുഴിയാക്കി മാറ്റും. എന്തു വന്നാലും ഒന്നുറപ്പ്, മുസ്ലിം സമൂഹം ചങ്കുറപ്പുള്ളവരാണ്. അവരെ ഇളക്കാൻ ഇവരുടെ ഈ വക ഗമ്മിക്രി കൊണ്ടാവില്ല എന്നുള്ള ഒരു സത്യമാണ്. പിന്നെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കേരളത്തിൽ ഓണമുണ്ട്, വിഷുവുണ്ട്, തിരുവാതിരയുണ്ട്, ശിവരാത്രി മഹോത്സവങ്ങളുമുണ്ട്, പൂരങ്ങൾ നിരവധിയുണ്ട്, വേലകളുണ്ട്, ഹിന്ദു ഉത്സവങ്ങൾ. ഇത് പൂർണ്ണമായി പക്ഷെ അത് ഹിന്ദുക്കളുടേതാണത്. തൃശ്ശൂർ പൂരം ഹിന്ദുത്വവാദികളുടെ അല്ല, സംഘപരിവാറിൻ്റെ അല്ല. ഓണം സംഘപരിവാറിൻ്റെ അല്ല. അവരെ ആക്കാൻ നോക്കി, വാമന ജയന്തി ആക്കാൻ നോക്കി, അത് ഹിന്ദുക്കൾ സമ്മതിച്ചില്ല. ഇത് പൂർണ്ണമായിട്ടും ഹിന്ദുത്വ സംഘപരിവാർ സർക്കസാണ് തിരുനാവായിൽ നടക്കാൻ പോണത്. ആയതുകൊണ്ട് തന്നെ സന്യാസിമാരിൽ തന്നെ നല്ലൊരു വിഭാഗം ഇതിനൊപ്പമില്ല. യഥാർത്ഥ ഹിന്ദുക്കൾ ആരും ഇതിൻ്റെ ഒപ്പമില്ല. ഈ കുംഭമേള കൊണ്ട് ചിലപ്പോൾ ചിലരുടെ കുംഭ നിറഞ്ഞിരിക്കും പൈസ ഉണ്ടാക്കാൻ. അതാണ് പ്രധാന ഉദ്ദേശം. ഇപ്പം അവിടെ 10 കോടി മുടക്കിയിട്ട് 100 കോടി കിട്ടി, അങ്ങനെ ചില കണക്കുകളൊക്കെയാണല്ലോ വരുന്നത്. അപ്പം കുംഭം നിറയ്ക്കാൻ ഉദ്ദേശം തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിലും ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അമിത്ഷാ വരെയുള്ള ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ടാവും. ഏതായാലും കേരളത്തിലെ ഹിന്ദുക്കൾക്കോ ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ദോഷങ്ങൾ പലതും ഉണ്ടാകും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമസ്കാരം.